പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. നമ്മുടെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളായിട്ട് പ്രദാനം ചെയ്യുന്നു. കാർഷിക വിളകൾ എന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കാണ്. അതേപോലെ ധാതു വിഭവങ്ങൾ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധാതുക്കളെ വർഗീകരിച്ചിട്ടുള്ളത് അവിടെ കാണാം. ലോഹധാതുക്കളും അതേപോലെ അലോഹധാതുക്കളും. ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിൻ്റെ അംശമുള്ളവ ഇരുമ്പ്, മാംഗനീസും ഉണ്ട്. അതേപോലെ ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവയാണ്. ഇനി ധാതുക്കളിൽ തന്നെ അലോഹധാതുക്കളിൽ ധാതു ഇന്ധനങ്ങളുണ്ട്, മറ്റു ധാതുക്കളുണ്ട്. അപ്പോൾ ധാതു ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൽക്കരി, പെട്രോളിയം എന്നിവയും, മറ്റു ധാതുക്കളിൽ അബ്രോം പെടുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും നോക്കാം. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നതെന്ന് നമുക്കറിയാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, അതേപോലെ സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഇരുമ്പയിരിൽ നിന്നാണ് എന്ത് വേർതിരിച്ചെടുക്കുന്നത്? ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൽ 20% ഇന്ത്യയിലാണ്. അപ്പോൾ 20% ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഇരുമ്പ് വ്യവസായങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും ഇന്ത്യയിലുണ്ട്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. 4ാം സ്ഥാനത്താണ് ലോകത്തിലെ ഇരുമ്പ് കയറ്റുമതിയിൽ. ഇവിടെ ഉണ്ടാകുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാമെന്ന് നോക്കാം. അപ്പോൾ സംസ്ഥാനങ്ങളും അവിടങ്ങളിലെ പ്രധാന ഖനന മേഖലകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒഡീഷയിലാണ് സുന്ദർഗഡ്, അതേപോലെ മയൂർഭഞ്ച്, ഛാർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ എന്നിവ ഒഡീഷയിലാണ്. ഇനി അടുത്ത സംസ്ഥാനം ജാർഖണ്ഡാണ്. അവിടെ സിംഗ്ബം, അതേപോലെ ദുർഗം. സിംഗ്ബം ആൻഡ് ദുർഗം. കർണാടകത്തിൽ ബെല്ലാരി അറിയാലോ, മമ്മൂട്ടിയുടെ ബെല്ലാരി രാജ ഓർത്താൽ മതി. അതേപോലെ ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ ഗോവ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. അപ്പോൾ നമുക്കിപ്പോൾ ഖനന മേഖലകൾ തന്നെ അവ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ സേലവും നീലഗിരിയും കാണുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ്നാടാണ്, നമ്മുടെ തൊട്ടടുത്താണ്. ഗോവയിൽ തന്നെ ഗോവ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബെല്ലാരി തന്നാൽ നമുക്കറിയാൻ പറ്റും കർണാടകമാണെന്നും. ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. അതേപോലെ ജാർഖണ്ഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെ ഖനന മേഖലകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും പഠിച്ചു വെക്കുക, ചോദ്യമായിട്ട് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണെന്ത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയാണ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയാണ് ഇവയ്ക്ക് വേണ്ട ഇരുമ്പ് വ്യവസായത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ പറയുന്നത് ഇവയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. അപ്പോൾ ഇന്ത്യയിൽ ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായിട്ടാണ് കൽക്കരി പാടങ്ങൾ കാണപ്പെടുന്നത് എന്നത് വ്യവസായിക പ്രാധാന്യം അർഹിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുന്നു. അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മാത്രമല്ല, ജലലഭ്യത വേണം, ഗതാഗത സൗകര്യങ്ങൾ വേണം, കയറ്റുമതി സൗകര്യങ്ങളും തൊഴിലാളികളുടെ ലഭ്യതയുമാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ സ്ഥാനനിർണ്ണയത്തിന് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവയുടെ പ്രത്യേകതയും സവിശേഷതയും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ.
ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ചിലപ്പോൾ മുഴുവൻ പേരും നൽകാം, അല്ലെങ്കിൽ ടിസ്കോ എന്ന് നൽകാം. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്, ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെന്ത്? ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്, ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, IASSCO. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങൾ, പശ്ചിമ ബംഗാളിലെ ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അതേപോലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ ആണ്. അടുത്ത ഇരുമ്പുരുക്ക് ശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. അത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ഭിലായി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗിലാണ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, അത് ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. 1959 തന്നെയാണ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, അത് പശ്ചിമ ബംഗാളിലാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ, അത് ബൊക്കാറോ ഝാർഖണ്ഡിലാണ്, ഝാർഖണ്ഡിലെ ബൊക്കാറോയിൽ സ്ഥിതി ചെയ്യുന്നു. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. അപ്പോൾ നമുക്ക് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ ഇതാണ് അവസാനമായിട്ട് പഠിച്ചത്. അപ്പോൾ ഇത് റഷ്യ, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അവിടുത്തെ പ്രദേശവും നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണെന്ത്? മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായിട്ടാണ് പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ലോഹധാതുവാണെന്ത്? മാംഗനീസ്. അപ്പോൾ ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ, മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ ഒഡീഷയാണ്. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റു പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായിട്ട് കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹധാതുവാണെന്ത്? മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായിട്ട് ഇത് കാണപ്പെടുന്നു. ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കർണാടകവും മഹാരാഷ്ട്രയും മധ്യപ്രദേശവും മറ്റ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ്. ഇരുമ്പുമായിട്ട് കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ മാംഗനീസ് കൊണ്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയിലെ മറ്റു ചില ധാതുക്കളും അവയുടെ പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ധാതുക്കൾ, സ്വർണം, അത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ? ആഭരണ നിർമ്മാണത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. കർണാടകമാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനം. അപ്പോൾ കർണാടകത്തിനെ ഓർക്കാൻ വേണ്ടി നമുക്ക് റോക്കി ബായിനെ ഓർത്താൽ മതി. KGF അത് നടക്കുന്നത് കർണാടകത്തിലാണല്ലോ. അപ്പോൾ സ്വർണം, ആഭരണ നിർമ്മാണം കർണാടകം. അടുത്തത് വെള്ളിയാണ്. ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും നമ്മളിത് ഉപയോഗിക്കുന്നു. രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കർണാടകം. അടുത്തത് ചെമ്പാണ്. ചെമ്പ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്പാണ്. കോപ്പർ അറിയാലോ, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്നു. ഝാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അടുത്തത് ബോക്സൈറ്റ്, അതായത് അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അത് ഉപയോഗം എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അടുത്ത ധാതുവാണ് അബ്ര, മൈക്ക. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ബീഹാർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദക സംസ്ഥാനങ്ങൾ.
ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഇരുമ്പുരുക്ക് ശാലയും അവയിലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ സവിശേഷതയും എന്തായാലും ചോദ്യം കാണാറുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രധാനപ്പെട്ട ഇരുമ്പ് അയിര് ഖനന മേഖലകൾ ചോദിക്കാം. അപ്പോൾ ഇതും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഈ ടേബിൾ അതേപോലെ ചോദിക്കാം വേണമെങ്കിൽ. പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ തന്നിട്ട് അതേത് ധാതുവാണ് അവിടെ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിക്കാം. അതേപോലെ ധാതുക്കൾ തന്നിട്ട് അതിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി മറ്റ് ടോപ്പിക്കുകൾ, ഈ പാഠഭാഗത്തിൽ തന്നെ മറ്റു ടോപ്പിക്കുകൾ കവർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റ് ടോപ്പിക്കുകളുടെ ഡിസ്കഷനായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.